Hello everyone. Welcome back to Liter Hurdles. Let's learn together. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സുബ്രതോ ബാഗ്ചിയുടെ ഗോ കിസ് ദ വേൾഡ് എന്ന ലെസൺ ആണ്. ഗോ കിസ് ദ വേൾഡ് എന്ന ഈ ലെസൺ ആക്ച്വലി ഒരു വെൽക്കം അഡ്രസ് ആയിട്ട് 2003 ജൂലൈ 2 ബാംഗ്ലൂർ IIM സ്റ്റുഡൻസിന് വേണ്ടി മൈൻട്രി എന്ന IT ഗ്ലോബൽ സർവീസ് കമ്പനിയുടെ കോ ഫൗണ്ടറായ സുബ്രതോ ബാഗ്ചി നടത്തിയ ഒരു സ്പീച്ചാണ്. ഇതിൽ ബാഗ്ചി ഒറീസയിലായിരുന്നപ്പോഴുള്ള തന്റെ കുട്ടിക്കാലം തുടങ്ങി ഒരു സക്സസ്ഫുൾ ആയ ഓണ്ടർപ്രണർ ആകുന്നത് വരെയുള്ള സ്വന്തം ലൈഫ് ജേണിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന കീ തീംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹ്യൂമിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. സെക്കൻഡ് വൺ, റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. തേർഡ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്സ്. ഫോർത്ത് വൺ, ഓണ്ടർപ്രണറിയൽ സ്പിരിറ്റ്. ഫിഫ്ത് വൺ, പേർപ്പസ് ആൻഡ് മീനിങ്. ഇതിൽ ഫസ്റ്റ് വൺ, ഹ്യൂമിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. നമ്മൾ വിനയം എന്നൊക്കെ പറയില്ലേ? സോ വിനയവും സിംപ്ലിസിറ്റി അഥവാ ലാളിത്യവും ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെ കുറിച്ചും. സെക്കൻഡ് വൺ, റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രതിരോധ ശേഷി എന്നൊക്കെ പറയില്ലേ? സോ പ്രതിരോധ ശേഷിയും നിശ്ചയദാർഢ്യവും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും. തേർഡ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്സ്, അതായത് ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇനി ഫോർത്ത് വൺ, ഓണ്ടർപ്രണറിയൽ സ്പിരിറ്റ്, അതായത് ഒരു സംരംഭകത്വ മൈൻഡ് സെറ്റ്, മനോഭാവം. അപ്പോൾ അതിനെക്കുറിച്ചും. പിന്നീട് ഫിഫ്ത്ത് വൺ, പേർപ്പസ് ആൻഡ് മീനിങ്, ജീവിതത്തിന്റെ പേർപ്പസ്, അതായത് ഉദ്ദേശം. ഇവയൊക്കെയാണ് ഗോ കിസ് ദ വേൾഡ് എന്ന ഈ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കീ തീംസ്. The title Go Kiss the World is inspired by Bagchi's mother's words that urged him to go out and make difference. The book is a call to action, inspiring readers to make their mark and create positive changes in the world. ആക്ച്വലി നമ്മുടെ ഈ ടൈറ്റിലിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ? ഗോ കിസ് ദ വേൾഡ്, പോകൂ, പോയി ലോകത്തെ ചുംബിക്കൂ. എത്ര മനോഹരമായ ഒരു സെന്റൻസ് ആണ് ഇതല്ലേ? ഈ വാക്കുകൾ ബാഗ്ചിയുടെ അമ്മയുടെ വാക്കുകളാണ്. ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയി തന്റെ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു വന്ന് ചില മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ബാഗ്ചിക്ക് പ്രചോദനമായിട്ടുണ്ട്. ശരിക്കും അത്ര തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകളാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ച് റീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യുകയും നമ്മുടെ ലോകത്തെ പോസിറ്റീവായി തന്നെ മാറ്റിമറിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോളാണ്. എ കോൾ ടു ആക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഈ സുബ്രതോ ബാഗ്ചി എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഒന്ന് നോക്കി വരാം. സുബ്രതോ ബാഗ്ചി is an Indian entrepreneur who is a co-founder of Mindtree, an Indian technology MNC. He started his work life as a clerk in the Industries Department of the Government of Odisha in 1976. His longest stint was at Wipro, where he became the chief executive of Wipro's global R&D before working for Chairman Asim Premji as corporate vice president mission quality. He founded Mindtree in 1999 along with 9 co-founders. Mindtree is a $1 billion global IT service company with approximately 20,000 plus people. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇദ്ദേഹം മൈൻട്രി എന്ന IT ഗ്ലോബൽ സർവീസ് കമ്പനിയുടെ കോ ഫൗണ്ടറായ ഒരു ഇന്ത്യൻ സംരംഭകനാണെന്ന്. 1976 ഒഡീഷ ഗവൺമെന്റിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലർക്കായിട്ടാണ് തന്റെ കരിയർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാഗ്ചി അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ കാലവും സമയവും ചെലവിട്ടത് വിപ്രോ എന്ന IT സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു. പിന്നീട് അസീം പ്രേംജി ചെയർമാൻ ആയിട്ടുള്ള മിഷൻ ക്വാളിറ്റി എന്ന സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1999 മറ്റ് 9 പേരോടൊപ്പം ചേർന്ന് മൈൻട്രി എന്ന IT സംരംഭം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 20,000-ലധികം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു IT സ്ഥാപനമാണ് മൈൻട്രി. ഇനി നമുക്ക് ലെസണിലേക്ക് കിടക്കാം. സുബ്രതോ ബാഗ്ചിയുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം അല്ലേ? ലെറ്റ്സ് സീ ഹൗ ഹിസ് ചൈൽഡ്ഹുഡ് വാസ്. Subrato's father was a district employment officer in Koraput, Orissa. Subrato was their 5th and the last child. In the district of Koraput, there was no electricity and tap water was not used to run through the taps. Since there was no elementary schools, Subrato received all his education at home. Subrato's mother had come as a refugee from East Bengal and was raised by her widow mother. സുബ്രതോ ബാഗ്ചിയുടെ പിതാവ് ഒറീസയിലെ ഖൊരാപൂത്ത് എന്ന സ്ഥലത്തെ ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിരുന്നു. സുബ്രതോ അവരുടെ 5ാമത്തെയും അവസാനത്തെയും ചൈൽഡായിരുന്നു. ഖൊരാപൂത്ത് എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയും സുബ്രതോ പറയുന്നുണ്ട്. അതായത് തന്റെ കുട്ടിക്കാലത്ത് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ടാപ്പിലൂടെ വെള്ളം വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി പറ്റിയില്ല. കാരണം അതൊന്നും ഇല്ലാത്ത ഒരു കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു ഗ്രാമപ്രദേശമായിരുന്നു അത്. അതും പോരാഞ്ഞ് ആ ഗ്രാമത്തിൽ എലമെന്ററി സ്കൂളുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ അദ്ദേഹം 8 വയസ്സ് വരെ പഠിച്ചതൊക്കെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു ഫെസിലിറ്റിയും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്നും
മൈൻഡ് ട്രീ പോലെ ഒരു വലിയ സ്ഥാപനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആ ലൈഫ് ജേർണിയെ കുറിച്ച് ശരിക്കും ഇൻസ്പിറേഷൻ തോന്നും അല്ലേ? ഇനി അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ഈസ്റ്റ് ബംഗാളിൽ നിന്നും അഭയാർത്ഥിയായി വന്ന ഒരു സ്ത്രീയാണ്. അവരെ വിധവയായ അവരുടെ അമ്മയാണ് വളർത്തി വലുതാക്കിയത്. സുബ്രതോ ബാജിയുടെ പിതാവിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മ മെട്രിക്കുലേഷൻ പാസ്സായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു സുബ്രതോ ബാജിയുടെ കുട്ടിക്കാലത്തെ ചില ലൈഫ് സിറ്റുവേഷൻസ് എന്ന് പറയണമെങ്കിൽ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ലെസൺസ് ടോട്ട് ബൈ സുബ്രതോസ് ഫാദർ. തന്റെ ഫാദറിൽ നിന്നും അദ്ദേഹം പഠിച്ചതും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ്. അതിൽ ഫസ്റ്റ് ലെസൺ എന്നത് നോക്കാം. ഫസ്റ്റ് ലെസൺ, നെവർ മിസ്യൂസ് പബ്ലിക് ഫെസിലിറ്റീസ്. എവറി ഇയർ സുബ്രതോസ് ഫാദർ യൂസ് ടു ഗെറ്റ് ട്രാൻസ്ഫർ. As a result, they had to travel in the government provided vehicle and move about a lot. His father's office lacked a garage, so the jeep would always remain at the home. His father taught Subrado the same lesson, that the jeep is a costly resource provided by the government and never use it to get to work. This led to Subrado's first lesson, which was never abuse public facilities. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സുബ്രതോ ബാജിയുടെ ഫാദറിന് ട്രാൻസ്ഫർ കിട്ടുമായിരുന്നു. അതിന്റെ ഫലമായി അവർക്ക് ഒരുപാട് യാത്രകൾ നടത്തേണ്ടി വരുന്നത് സ്വാഭാവികമാണല്ലേ? അതിനായി ഗവൺമെന്റിന്റെ വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അധികം സാധനങ്ങളൊന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ജീപ്പിൽ കൊള്ളാവുന്ന അത്ര തന്നെ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസ്ട്രിക്ട് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അച്ഛന് ഒരു ജീപ്പും ഗവൺമെന്റ് നൽകിയിരുന്നു. അച്ഛന്റെ ഓഫീസിനാവട്ടെ ഗ്യാരേജും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റ് വാഹനങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെ കിടക്കുമായിരുന്നു. ഓഫീസിലേക്കുള്ള യാത്രകൾക്കൊന്നും അദ്ദേഹം അത് ഒരിക്കലും യൂസ് ചെയ്തിട്ടുമിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയ കുട്ടിക്കാലം ഉണ്ടായിരുന്ന സുബ്രതോ ബാജിയെ പോലുള്ള ഒരു കുട്ടിക്ക് ഒരു വാഹനം വീട്ടിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് അതൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വാഹനം ഗവൺമെന്റിന്റെ വിലയേറിയ ഒരു റിസോഴ്സ് ആണ്. അത് അനാവശ്യമായി ഉപയോഗിക്കാൻ പാടില്ല. എന്താണോ അതുകൊണ്ടുള്ള പേർപ്പസ് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുക. അതൊരിക്കലും തന്റെ ജീപ്പല്ല, മറിച്ച് ഗവൺമെന്റിന്റെ ജീപ്പാണ്. അത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിൽ നിന്നും സുബ്രതോ ആദ്യത്തെ പാഠം പഠിച്ചു. പൊതു സൗകര്യങ്ങൾ അനാവശ്യമായി മിസ്യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യരുത്. തന്റെ അച്ഛനിൽ നിന്ന് പഠിച്ച രണ്ടാമത്തെ ലെസൺ എന്താ നോക്കാം. ഓൾവേസ് റെസ്പെക്ട് അതേഴ്സ്. സുബ്രതോ ആൻഡ് ഹിസ് ബ്രദേഴ്സ് were not allowed to call the jeep's driver by his name. They were always told to add the suffix dada before his name. When Subrado grew up, he taught the same lesson to his daughters, and they were supposed to call the driver uncle. When Subrado heard others treating their drivers disrespectfully, he used to feel bad. This made up their second lesson, telling them always to respect their subordinates more than their seniors, as it is more important to respect small people. സുബ്രതോയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ജീപ്പ് ഡ്രൈവറിനെ പേര് പറഞ്ഞു വിളിക്കാൻ പാടില്ലായിരുന്നു. എപ്പോഴും പേരിനൊപ്പം ബഹുമാനത്തോടെ ദാദ എന്ന് ചേർത്ത് വേണം വിളിക്കാൻ എന്നതും അദ്ദേഹത്തിന്റെ അച്ഛന് നിർബന്ധമുള്ള കാര്യമായിരുന്നു. സുബ്രതോ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ തന്റെ പെൺമക്കൾക്കും കൊടുത്തത് സെയിം അഡ്വൈസ് തന്നെയായിരുന്നു. അവരുടെ ഡ്രൈവറിന്റെ പേരിനൊപ്പം അങ്കിൾ എന്ന് ചേർത്ത് വേണം വിളിക്കാൻ. തന്റെ ഡ്രൈവറായിരുന്ന രാജുവിനെ രാജു അങ്കിൾ എന്നായിരുന്നു ആ കുട്ടികൾ വിളിച്ചിരുന്നത്. മറ്റുള്ള ആളുകൾ അവരുടെ ഡ്രൈവേഴ്സിനെ ഡിസ്റെസ്പെക്ട്ഫുള്ളി അല്ലെങ്കിൽ ബഹുമാനമില്ലാതെ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സുബ്രതോയ്ക്ക് വളരെ വിഷമവും നിരാശയും തോന്നാറുണ്ടായിരുന്നു. അദ്ദേഹം ഉൾക്കൊണ്ട സെക്കൻഡ് ലെസൺ ഇതായിരുന്നു. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അവർ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരായിക്കോട്ടെ, നിങ്ങളുടെ സീനിയേഴ്സിനെ നിങ്ങൾ എങ്ങനെയാണോ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിനെയും റെസ്പെക്ട് ചെയ്യുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട രണ്ടാമത്തെ ലെസൺ. അടുത്തതായി സുബ്രതോ ഉൾക്കൊണ്ട പാഠം എന്താണെന്ന് ഒരു കോട്ടിലൂടെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. You should leave your newspaper and your toilet the way you expect to find it. Subrato's father strictly wanted him to read the newspaper every day as a habit. He and his brothers were supposed to read the newspaper aloud with the morning tea. Although Subrato did not understand much of what was written in the newspaper, he still contributes his good English to that habit. After reading the newspaper, he was taught to fold it correctly. Another lesson which his father taught him and his brothers was, you should leave your newspaper and your toilet the way you expect to find it. അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എർത്ത് ആൻഡ് ഫയർപ്ലേസിന്റെ ചുറ്റും കൂടിയിരുന്ന് ചായ കുടിച്ചുകൊണ്ടായിരുന്നു. ആ സമയത്ത് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജ് ഉറക്കെ വായിക്കാൻ അച്ഛൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഒരു ദിവസം വൈകിയാണ് ന്യൂസ് പേപ്പർ വീട്ടിലെത്തിയിരുന്നതെങ്കിലും അത് എന്നും വായിക്കണമെന്നുള്ളത് അച്ഛന് നിർബന്ധമായിരുന്നു. വായിക്കുന്നതിൽ പകുതിയും സുബ്രതോയ്ക്കും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിനും മനസ്സിലാകുമായിരുന്നില്ല. എന്നാലും അതുകൊണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെട്ടു എന്നത് അതിലൊന്നാമത്തെ കാര്യം. 2, ലോകം തങ്ങൾ കാണുന്ന ഈ ഗ്രാമത്തെക്കാൾ വിശാലമാണ് എന്ന് മനസ്സിലായി. ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയായി ഫോൾഡ് ചെയ്ത് വെക്കണമെന്നും അച്ഛൻ പഠിപ്പിച്ചിരുന്നു.
അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: യു ഷുഡ് ലീവ് യുവർ ന്യൂസ് പേപ്പർ ആൻഡ് യുവർ ടോയ്ലറ്റ് ദ വേ യു എക്സ്പെക്ട് ടു ഫൈൻഡ് ഇറ്റ്. നിങ്ങളുടെ ന്യൂസ് പേപ്പറും ടോയ്ലറ്റും നിങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു, ആവശ്യം കഴിയുമ്പോൾ അതുപോലെ തന്നെ നീറ്റാക്കി വെച്ചിട്ട് വേണം അവിടെ നിന്ന് മടങ്ങാൻ. തന്റെ അച്ഛനിൽ നിന്നും സുബ്രതോ മനസ്സിലാക്കിയ അടുത്ത ലെസൺ എന്താ നോക്കാം. നോട്ട് മെഷർ പേഴ്സണൽ സക്സസ് ആൻഡ് സെൻസ് ഓഫ് വെൽബീയിങ് ത്രൂ മെറ്റീരിയൽ പൊസിഷൻസ്. In their childhood, Subrado and his brothers were always attracted by various property and radio advertisements in the newspaper. Their father always refused to buy them. He tells them that they don't need a radio because their family already have 5, referring to the children. This made up another lesson: not to measure personal success and sense of well-being through material possessions. തങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ന്യൂസ് പേപ്പറിൽ വരുന്ന പലതരത്തിലുള്ള ബ്രാൻഡിലുള്ള റേഡിയോയുടെ പരസ്യങ്ങൾ വല്ലാതെ ഈ കുട്ടികളെ ആകർഷിച്ചിരുന്നു. ആഗ്രഹം തോന്നിയ ഒരു റേഡിയോ വാങ്ങിത്തരണമെന്ന് അച്ഛനോട് അവർ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ആ ആവശ്യം നിരസിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോ തന്നെ 5 റേഡിയോകൾ ഉണ്ട്. 5 മക്കളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മറ്റൊരു ഇൻസിഡന്റ് കൂടി അദ്ദേഹം ലെസണിൽ പറയുന്നുണ്ട്. സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ഒരിക്കൽ അവരെ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ഈ സെയിം റിപ്ലൈ തന്നെയാണ് കൊടുത്തത്: തനിക്ക് സ്വന്തമായി 5 വീടുകൾ ഉണ്ടല്ലോ എന്ന്. ഇതിൽ നിന്നും സുബ്രതോ ഉൾക്കൊണ്ട പാഠം ഇതായിരുന്നു: അതായത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ സക്സസ്, അതുപോലെ വെൽബീയിങ്, സുഖസമൃദ്ധി ഇവയൊക്കെ മെറ്റീരിയൽ പൊസഷൻസ് കൊണ്ട് വിലയിരുത്തരുത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സുബ്രതോ അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളാണ്. ഫസ്റ്റ് ലെസൺ ഇൻ സക്സസ്: ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ക്രിയേറ്റ് ഫോർ യുവർ സെൽഫ്, ഇറ്റ് ഈസ് വാട്ട് യു ലീവ് ബിഹൈൻഡ് ദാറ്റ് ഡിഫൈൻസ് സക്സസ്. The houses which the government gave to Bagchi's family rarely had fences. Subrado, along with his mother, used to make fences with the twigs and decorate the house with the little plant seedlings. When other people asked Subrado's mother that, "What's the need to beautify a government house?" she replied them that she has to create a bloom in a desert, and for that she has to leave every place given to her more beautiful than what she had when she came in. Subrado calls this his first lesson in success. It is not what you create for yourself, it is what you leave behind that defines success. ഗവൺമെന്റ് അവർക്ക് നൽകിയിരുന്ന വീടുകൾക്കൊന്നും അക്കാലത്ത് വേലികൾ ഉണ്ടായിരുന്നില്ല. താനും തന്റെ അമ്മയും ചേർന്ന് ചെറിയ കമ്പുകളും ചെറിയ ചെടികളും ഒക്കെ ചേർത്ത് വേലിയുണ്ടാക്കുമായിരുന്നു. ചെടികളൊക്കെ പൂക്കുന്ന കാലഘട്ടമാകുമ്പോഴേക്കും അവിടെ നിന്ന് അവർക്ക് പോകേണ്ടി വരുമായിരുന്നു. എന്നാൽ പോകുന്ന എല്ലാ വീടുകളിലും അവരിത് ആവർത്തിച്ചു പോന്നിരുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വീടുകൾക്ക് ഇത്തരം വേലികൾ നിർമ്മിച്ച് മനോഹരമാക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിച്ചാൽ അമ്മ ഇപ്രകാരം പറയുമായിരുന്നു: അതായത് ഒരു മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഉദ്യാനമാക്കി മാറ്റാൻ താൻ തന്നാൽ ശ്രമിക്കുമെന്നും താൻ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന സ്ഥലമാണോ പോകുമ്പോൾ അതിനെ മനോഹരമാക്കിയതിനു ശേഷം പോകാനാണ് തനിക്ക് താല്പര്യമെന്നും പറയുമായിരുന്നു. സുബ്രതയുടെ ജീവിതത്തിലെ വിജയങ്ങളിലെ പാഠം 1 ഇതായിരുന്നു: നമുക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ അവിടെ അടുത്തു വരുന്നയാൾക്ക് വേണ്ടിയിട്ട് എന്താണോ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ കെട്ടിപ്പടുക്കുന്നത് അതിനെയാണ് റിയൽ സക്സസ് എന്ന് പറയുന്നത്. ഈ പാഠം അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്നാണ്. അമ്മയിൽ നിന്നും ഉൾക്കൊണ്ട അടുത്ത ലെസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ടു ബി കണക്റ്റഡ് വിത്ത് എ ലാർജർ വേൾഡ്. Subrado's mother started developing cataract in her eyes when he was very small. That time, his eldest brother has got a teaching job in Bhubaneswar University and was also preparing for civil services examination. It was decided that Subrado's mother and he will move to Bhubaneswar too for the eldest brother's cooking purposes. This was the first time that Subrado saw electricity in houses and water coming from taps. Subrado's daily job there was to read the Oriya script newspaper from head to toe for his mother. While reading the newspaper, Subrado used to feel a sense of larger connectedness with the world that made up another lesson for him, which meant to be connected with a larger world. മെല്ലെ മെല്ലെ സുബ്രതോയുടെ അമ്മയുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു തുടങ്ങിയിരുന്നു. ആ സമയത്താണ് തന്റെ മൂത്ത സഹോദരൻ ടീച്ചിങ് ജോബിനായിട്ട് ഭുവനേശ്വറിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നുമുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനും പാചകം ചെയ്യുന്നതിനുമൊക്കെയായിട്ട് അമ്മയും ഭുവനേശ്വറിലേക്ക് പോയി, ഒപ്പം സുബ്രതോയും. അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് വീടുകളിൽ ഇലക്ട്രിസിറ്റിയും ടാപ്പിലൂടെ വെള്ളം വരുന്നതുമൊക്കെ സുബ്രതോ കാണുന്നത്. സുബ്രതോയുടെ ഡെയിലി ജോലിയായിരുന്നു ഒറിയ ഭാഷയിലുള്ള ന്യൂസ് പേപ്പർ അടിമുടി അമ്മയ്ക്ക് വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളത്. ഈ പത്രം വായന പുറം ലോകവുമായി അദ്ദേഹത്തിനെ കണക്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് ഐ ക്യാൻ ഇമാജിൻ എ ഫ്യൂച്ചർ ഐ ക്യാൻ ക്രിയേറ്റ് ഇറ്റ്, ആൻഡ് ഇഫ് ഐ ക്യാൻ ക്രിയേറ്റ് ഇറ്റ് others will leave it. During that time, India was at war with Pakistan. Lal Bahadur Shastri's words, "Jai Jawan, Jai Kisan,"
sparked the country into unitedness. Subrata Bagchi felt the need to become a hero and dreamt of catching a terrorist and to read his own news on the newspaper's first page. He decided to spend hours guarding the university's water tank, imagining that a terrorist would come to poison it and he would be the one to catch him. His imagination became another lesson for him, a lesson that taught him that if he can imagine a future, he can create it. And if he can create it, others will leave it. കാലം 1965. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലായിരിക്കുന്ന സമയമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം രാജ്യത്തുള്ളവരെയാകെ ദേശീയബോധത്താൽ ശക്തരാക്കിക്കൊണ്ടിരുന്നു. അമ്മയ്ക്ക് വേണ്ടി പത്രം വായിക്കുന്നതിനേക്കാൾ ഉപരി തനിക്ക് യുദ്ധത്തിൽ എന്ത് കോൺട്രിബ്യൂഷൻ നൽകാനാവുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. തനിക്കൊരു വാർ ഹീറോ ആവണമെന്നും ഒരു ടെററിസ്റ്റിനെങ്കിലും പിടിച്ച ശേഷം അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ തന്റെ തന്നെ വീരസാഹസിക വാർത്ത വായിക്കുന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. സോ ആ ഇമാജിനേഷനിൽ നിന്നും അദ്ദേഹം അടുത്ത ദിവസം അടുത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ വാട്ടർ ടാങ്കിൽ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് വിഷം കലർത്താൻ വരുമെന്നും താൻ അവനെ കയ്യോടെ പിടിക്കുമെന്നും ഒക്കെ കരുതി ഒരു വാട്ടർ ടാങ്കിന് കാവലിരുന്നു. ആ ടാങ്കിൽ നിന്നാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കെല്ലാം വെള്ളം നൽകിയിരുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഭുവനേശ്വർ നഗരത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. തന്റെ ഇമാജിനേഷനൊക്കെ വെറുതെയായി പോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ഇമാജിനേഷൻ തന്റെ ലോകത്തെ കൂടുതൽ വിശാലമാക്കിയെന്നാണ്. ഈ ഇമാജിനേഷൻ മറ്റൊരു ലെസണായി മാറുകയും ചെയ്തു. തനിക്കിതുപോലെ ഭാവി ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മറ്റുള്ളവർ അതിൽ ജീവിക്കുകയും ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, 50 വർഷത്തിനൊക്കെ ശേഷം ഉപയോഗത്തിൽ വരാനിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഇപ്പോഴേ പല കമ്പനികളും ഭാവനയിൽ കാണുകയും അത് ക്രിയേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ആസ് എ റിസൾട്ട് 50 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ അതിൽ ജീവിക്കുന്നു എന്നൊക്കെ. സോ തിങ്ക്, ലെറ്റ്സ് വർക്ക് ഓൺ യുവർ ഇമാജിനേഷൻ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സുബ്രതോയുടെ ഫാദറിന്റെ ഡെത്തിനെ കുറിച്ചാണ്. There is no limit to how much a person can concern for another person. As Subrato grew up, he got a job as a clerk in a government office, then became a management trainee, and finally he settled with a job in IT industry and he moved to USA in 1992. During this time, his father was living a retired life with his brother. During this time, he suffered a third-degree burn and was admitted to a hospital in Delhi. That hospital was a poorly maintained place with untidiness and overworked nurses. സുബ്രതോ വളർന്ന് വലിയൊരാളായി കഴിഞ്ഞിരുന്നു. ഒരു ഗവൺമെന്റ് ഓഫീസിലെ ഒരു ക്ലർക്കായിട്ട് ജോലി ആരംഭിച്ചു. അവിടെ നിന്ന് മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് DCM ഗ്രൂപ്പിലെത്തി. അതിനുശേഷം 1981 IT ഇൻഡസ്ട്രിയിലെത്തി. 4th ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ജീവിതത്തിൽ പല വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. 1992 USA ജോലി ചെയ്യുന്ന സമയത്ത് അച്ഛൻ വയ്യാതെ കിടപ്പിലായി എന്നറിഞ്ഞു. അദ്ദേഹം തന്റെ എൽഡർ ബ്രദറിന്റെ ഒപ്പമാണ് ഉണ്ടായിരുന്നത്, അതായത് സുബ്രതയുടെ അച്ഛൻ. അച്ഛൻ ഒരുപാട് ഇഞ്ചുറി ഉണ്ടാകുകയും അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ആ ഹോസ്പിറ്റലാവട്ടെ ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല. പുവർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. പോരാത്തതിന് ഓവർവർക്ക്ഡ് നഴ്സുമാർ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലവും. സുബ്രതോ ഹാഡ് റിട്ടേൺ ടു സീ ഹിസ് ഫാദർ. One morning, he realized that the blood bottle is empty and air could have entered his body. Therefore, Subrata asked the nurse to replace it, but got the reply to do it by himself, by the tired, overworked nurse. When the nurse finally agreed to change it, Subrata was surprised to see the man who himself was on the deathbed was asking his nurse that why she didn't gone home yet. That day, Subrata learned that there is no limit to how much a person can concern for another person and the limit of inclusion he can create. Subrato's father died the following day, but left his principle behind. അച്ഛനെ കാണുന്നതിനും പരിചരിക്കുന്നതിനും അദ്ദേഹം തിരികെ വന്നു. ഒരു ദിവസം അദ്ദേഹം നോക്കുമ്പോൾ അച്ഛന്റെ ശരീരത്തിലേക്ക് ബ്ലഡ് കയറ്റിക്കൊണ്ടിരുന്ന ബ്ലഡ് ബോട്ടിൽ എംറ്റി ആയി കിടക്കുന്നു. അത് ഉടനെ തന്നെ മാറ്റിയില്ലെങ്കിൽ അച്ഛന്റെ ശരീരത്തിലേക്ക് എയർ കയറും. ഉടനെ തന്നെ സുബ്രതോ ഒരു നഴ്സിനോട് അത് റീപ്ലേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്ക് കിട്ടിയ റിപ്ലൈ അത്ര സുഖമുള്ളതായിരുന്നില്ല. അവർ ദേഷ്യത്തോടെ ചോദിച്ചു, അത് നിങ്ങൾക്കങ്ങ് മാറ്റിക്കൂടെ എന്ന്. എന്നാലും അവസാനം ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരുന്ന ഈ നഴ്സ് തന്നെ വന്ന് ബ്ലഡ് ബോട്ടിൽ മാറ്റാൻ സമ്മതിച്ചു. സുബ്രതോയെ സർപ്രൈസ് ചെയ്യിപ്പിച്ച കാര്യം ഇതൊന്നും ആയിരുന്നില്ല. ഇത്രയും വയ്യാണ്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന തന്റെ അച്ഛൻ, ആ മനുഷ്യൻ ഈ ക്ഷീണിതയെ കാണപ്പെട്ട ഈ നഴ്സിനോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇതുവരെ വീട്ടിൽ പോകാത്തത്, ഇതൊരുപാട് വൈകിയല്ലോ എന്ന്. അന്ന് ആ ദിവസം സുബ്രതോ മനസ്സിലാക്കിയ മറ്റൊരു ലെസൺ ഉണ്ട്. ഏതൊരാളോടും അനുകമ്പയോ കരുണയോ കാണിക്കാൻ നമ്മുടെ അവസ്ഥ ഒരു തടസ്സമാവില്ല എന്ന്. ഈ സംഭവത്തിന് പിറ്റേ ദിവസം തന്നെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അത്ര വയ്യാത്ത അവസ്ഥയിലും മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാൻ കഴിഞ്ഞത് കണ്ടിട്ടാണ് ഈ പാഠം സുബ്രതോ ഉൾക്കൊണ്ടത്.
There is no limit to how much a person can consent for another person. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സുബ്രതോസ് മദേഴ്സ് ഡെത്തിനെ കുറിച്ചാണ്. Success is not to see the world, but about seeing the light. In the next few years, Subrato's mother's eyesight deteriorated. Therefore, she went under operation and saw Subrato's face for the first time. Subrato still pleases every time he remembers his mother's words that praised him. Within few weeks of getting her vision back, Subrato's mother developed corneal ulcer and became blind in both eyes. She lived 32 years with her blindness, but never even complained once. When Subrato asked her what did she see with those blind eyes, his mother replied that she do not see darkness, but only sees the light. Till 80 years of age, Subrato's mother performed her morning yoga every day, cleaned her room, and washed her clothes on, even after being blind. This way, Subrato's mother taught him another lesson. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്മയുടെ കാഴ്ച കുറഞ്ഞു വന്നു. അവർ ഒരു ഓപ്പറേഷന് വിധേയായി. ഓപ്പറേഷന് ശേഷം ആദ്യമായി തന്റെ മുഖം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, "ഓ മോനെ, നീ ഇത്ര സുന്ദരനായിരുന്നോ" എന്ന്. ഇപ്പോഴും അത് തനിക്ക് ഓർമ്മയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ കാഴ്ച തിരികെ കിട്ടി ആഴ്ചകൾക്കുള്ളിൽ തന്നെ കോർണിയൽ അൾസർ ബാധിച്ച് അവരുടെ 2 കണ്ണുകളും ബ്ലൈൻഡായി. 32 വർഷങ്ങൾ അവർ ആ ബ്ലൈൻഡ്നെസ്സും വെച്ച് ഒരു പരാതി പോലും പറയാതെ ജീവിച്ചു. അമ്മ പറയുമായിരുന്നു, താൻ ഇരുട്ടല്ല കാണുന്നത്, കണ്ണടയ്ക്കുമ്പോൾ പോലും പ്രകാശമാണ് കാണുന്നതെന്ന്. 80 വയസ്സുവരെ അമ്മ എല്ലാ ദിവസവും യോഗ ചെയ്തിരുന്നു. അതുപോലെ സ്വന്തം മുറി ക്ലീൻ ചെയ്യുകയും അവരുടെ വസ്ത്രങ്ങൾ സ്വന്തമായി തന്നെ വാഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു കാര്യം ഓർക്കണം, അവർക്ക് വയസ്സ് 80ഉം പോരാത്തതിന് ബ്ലൈൻഡുമാണ്. ഇതിൽ നിന്നും സുബ്രത ഉൾക്കൊണ്ട പാഠമാണ് സക്സസ് ഇസ് നോട്ട് ടു സീ ദ വേൾഡ് ബട്ട് അബൌട്ട് സീയിങ് ദ ലൈറ്റ്. സക്സസ് എന്ന് പറയുന്നത് ലോകത്തെ കാണുക എന്നത് മാത്രമല്ല, മറിച്ച് എല്ലാത്തിലും പ്രകാശം കാണുന്നതും കൂടിയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. Go kiss the world. Subrato's mother died due to a paralytic stroke at the age of 82 in Bhubaneswar Hospital. Subrato Bagchi had came from USA to see her and remained in the hospital for 2 weeks. His mother was not getting better but was neither getting worse. Subrato eventually has to return to work and therefore was leaving. He bowed down his head to kiss his mother's face before leaving, and in a paralytic state, his mother replied him to not to kiss her but to kiss the world. The words, "Go, kiss the world," were said by Subrato's mother to him on her deathbed. Subrato's mother had came to India as a refugee and was raised by her widow mother. Her husband's salary was just 300 rupees, and she had lost her eyesight, but still was telling the other to go kiss the world. 82 വയസ്സിൽ ഭുവനേശ്വറിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു സ്ട്രോക്ക് വന്നാണ് അമ്മ മരിക്കുന്നത്. സുബ്രതോ ബാജി USA-യിൽ നിന്ന് അമ്മയെ കാണാൻ വരികയും ഹോസ്പിറ്റലിൽ 2 ആഴ്ച അവരോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തിരുന്നു. അവരുടെ അസുഖം ഭേദപ്പെടുന്നതുമില്ലായിരുന്നു, എന്നാൽ വഷളാകുകയും ഇല്ലായിരുന്നു. സോ പതിയെ പതിയെ തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുമൊക്കെ അദ്ദേഹം തീരുമാനിച്ചു. പോകുന്നതിന് മുന്നേ അമ്മയുടെ മുഖത്ത് ചുംബിക്കുന്നതിനായി അദ്ദേഹം തന്റെ തല കുനിച്ചു. ആ ശരീരം തളർന്ന അവസ്ഥയിൽ കിടന്ന അമ്മ അദ്ദേഹത്തിനോട് പറയുകയാണ്, "എന്നെയല്ല, പോകൂ, പോയി ലോകത്തെ ചുംബിക്കൂ" എന്ന്. തന്റെ അമ്മ ഇന്ത്യയിലേക്ക് വന്നത് ഒരു അഭയാർത്ഥിയായിട്ടാണ്, തന്റെ വിധവയായ അമ്മയ്ക്കൊപ്പം. അവരാണ് അമ്മയെ വളർത്തിയതൊക്കെ. തന്റെ അമ്മയുടെ ഭർത്താവിന് സാലറി 300 രൂപ മാത്രമായിരുന്നു. അവർക്ക് കാഴ്ചയും നഷ്ടപ്പെട്ടിരുന്നു. ഈ സ്ത്രീ മരണക്കിടക്കിൽ തന്നോട് പറയുകയാണ്, "എക്സ്പ്ലോർ ദ വേൾഡ്, ഗോ കിസ് ദ വേൾഡ്, ലോകത്തെ അറിയൂ" എന്ന്. ഡിഫറൻസസ് ഇൻ സുബ്രതോസ് പേരൻസ് ഐഡിയോളജി. Father's ideology. Subrato's father was a believer of British Raj and doubted the capability of post-independence political parties to govern the country. Mother's ideology. Subrato's mother believed the exact opposite. When she was young, she has gallanted Subhash Chandra Bose and had learned to spin khadi and using swords and daggers. Although Subrato's parents had different ideologies, but still they lived together. This taught Subrato another lesson, that success is not the ability to create a dogmatic end state, but the process of continuous thinking. സുബ്രതയുടെ അച്ഛനും അമ്മയ്ക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഐഡിയോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സുബ്രതയുടെ ഫാദർ ബ്രിട്ടീഷ് രാജിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷം പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെ രാജ്യത്തെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് എപ്പോഴും ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കാവട്ടെ എക്സാക്ട് ഓപ്പോസിറ്റ് അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയുടെ ചെറുപ്പകാലത്ത് സുഭാഷ് ചന്ദ്രബോസിനെ ഹാരമണിയിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഖാദി പ്രസ്ഥാനത്തിനോടൊക്കെ അവർക്ക് നല്ല യോജിപ്പായിരുന്നു. തങ്ങളുടെ വീട്ടിൽ അതിനാൽ തന്നെ വൈരുദ്ധ്യപരമായ പൊളിറ്റിക്കൽ ഔട്ട്ലുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വീട്ടിൽ 2 വ്യത്യസ്തമായ ആശയങ്ങളെ പിന്തുടരുന്നവരാണെങ്കിൽ പോലും അവർ ഒന്നിച്ച് ജീവിച്ചു.
ഇത് അദ്ദേഹത്തിന് ലഭിച്ച മറ്റൊരു ലെസൺ ആയിരുന്നു. എത്ര വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് യോജിച്ചു പോകാൻ കഴിയുമെന്ന പാഠമാണ് അദ്ദേഹം ഇതിലൂടെ മനസ്സിലാക്കിയത്. സക്സസ് എന്നുള്ളത് പിടിവാശി കാണിച്ച് ഒരു എൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കഴിവല്ല, മറിച്ച് തുടർച്ചയായി ചിന്തിക്കുക അല്ലെങ്കിൽ ചിന്തയുടെ ഒരു പ്രക്രിയയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ സ്പീച്ചിന് എപ്പിലോഗാണ്, അതായത് കൺക്ലൂഷൻ. ഗോ കിസ് ദ വേൾഡ്. Subrato says that success to him is about the vision and the ability to rise above pain. It is about imagination, about sensitivity to small people, about building inclusion, about connectedness to the larger world, about personal tenacity. It is about giving back more to life and creating extraordinary success with ordinary lives. Subrato Baji thanks the audience, wishes them luck, tells them go kiss the world, and then leaves. സുബ്രതോ ബാജി പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ്. എത്ര വേദനയുണ്ടെങ്കിലും അതിൽ നിന്ന് ഉയർന്നു വരാനുള്ള കഴിവാണ് റിയൽ സക്സസ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇമാജിനേഷൻ. ഇമാജിനേഷന് ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ സെൻസിറ്റിവിറ്റി ടു സ്മോൾ പീപ്പിൾ, നമ്മളിലും താഴെയുള്ളവരോട് അനുകമ്പ കാണിക്കുക. അതുപോലെ വലിയ ലോകവുമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായ സ്ഥിരത, ഇവയൊക്കെ സക്സസ് ആണ്. സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരുപാടധികം തിരികെ നൽകുന്നതും സാധാരണ ജീവിതത്തിലൂടെ അസാധാരണ വിജയം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. അവസാനം സുബ്രതോ ബാജി ഓഡിയൻസിന് നന്ദി പറയുകയും അവർക്ക് ആശംസകൾ നേരുകയും ഗോ കിസ് ദ വേൾഡ് എന്ന സെയിം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഈ സെന്റൻസ് പറയുകയും ചെയ്തുകൊണ്ട് വിട പറയുന്നു. ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് കമന്റ്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.